MLA ആണെങ്കിൽ ഈ പണി തുടങ്ങിയാൽ പിന്നെ ഈ വഴിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലില്ല. അയാൾ ഇന്നലെ ഇവിടെ വെള്ളം പൊങ്ങിയപ്പം ഇവിടെ വന്നു, മറ്റേ കാറായിരുന്നു, നിങ്ങൾ ആ പാലത്തിന്റെ പണി സ്ലോ ആക്കിയല്ലേ എന്ന് ചോദിച്ചിട്ട് മാത്രം പോയത്. ഇയാൾക്ക് ഈ MLA എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് 57 കോടിയോളം രൂപ മുടക്കി നവീകരണം നടത്തുന്ന ഒരു നമ്മുടെ മലയോര ഹൈവേയുടെ റീച്ചിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ജനത്തിന് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഈ ഒരു പ്രവൃത്തി കൊണ്ട് ജനത്തിന് ഉപകാരം കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് ഞാൻ ചോദിക്കുന്നത്. AXയോട് ഇന്നലെയും പല ദിവസങ്ങളിലും വിളിച്ച് ആവശ്യപ്പെട്ടതാണ് എത്രയും വേഗം ഇത് പണി നടത്തിപ്പിക്കണമെന്ന്. ഉദ്യോഗസ്ഥരെന്ന നിലയിൽ അവരോട് പറയുമ്പോൾ ഞങ്ങളതിന് പരിഹാരം കണ്ടോളാം, നമ്മളെ വിശ്വാസമില്ലേ, നമ്മളത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ്. പക്ഷേ ആ ഉറപ്പ് നമ്മൾക്ക് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് ഇന്നിവിടെ ബോധ്യമാകുന്നുണ്ട്. എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു സിമ്പിൾ ലോജിക്ക് ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇവരുടെ പണി മന്ദഗതിയിലായിരുന്നു, എല്ലാം മന്ദഗതിയിലായിരുന്നു. ഒരു ആസൂത്രണവും ഇല്ലാതെ, ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ കമ്പനികൾ ഉണ്ടായിട്ട് പോലും മഹാരാഷ്ട്രയിൽ നിന്നാണ് കിഫ്ബി ഇത് പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് മേഖലയിലും കമ്മീഷനാണ്. ഏജന്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. വന്നെത്തിയിരിക്കുന്നത് എടൂർ കരിക്കോട്ടക്കരി മലയോര ഹൈവേ കടന്നു പോകുന്ന വെമ്പുഴ അപ്രോച്ച് റോഡിൻ്റെ മുകളിലാണ്. ജനങ്ങളുടെ വിഷയങ്ങൾ അടിയന്തരമായി അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരമ്പര ഇന്ന് ഇവിടെ എത്താൻ ഒരു പ്രധാന കാരണമുണ്ട്. 28/5/2024 ചൊവ്വാഴ്ച അരമണിക്കൂർ മഴ നിന്നു പെയ്തപ്പോൾ ഇവിടെ ഈ അപ്രോച്ച് റോഡ് തകർന്ന് വെള്ളക്കെട്ടിൽ ഒലിച്ചു പോയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ചെറിയ ശരിയായിട്ട് ശരിയായിട്ട് നമ്മളിപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ചൊവ്വാഴ്ച ഇവിടെ നടന്ന ഒരു സംഭവമാണ്. അരമണിക്കൂർ മഴ നിന്ന് പെയ്തപ്പോൾ ഇവിടുത്തെ ഈ അപ്രോച്ച് റോഡിൻ്റെ പൈപ്പിൻ്റെ അവിടെയുള്ള മണ്ണൊക്കെ ഒലിച്ചുപോയി. ഇവിടുത്തെ വാഹന ഗതാഗതമൊക്കെ നിർത്തിവെച്ചു. ഇപ്പോൾ ഭാഗികമായിട്ട് ബൈക്കും കാറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി അയ്യർകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരും എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം. 6 മാസമായി ഈ പുതിയ പാലത്തിന്റെ പണി ആരംഭിച്ചിട്ട്, പക്ഷേ 2 മാസം കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ഒരു പാല നിർമ്മാണം കാലവർഷം എത്തിയിട്ടും ഇതിന്റെ പണി ഏകദേശം 70% പോലും ആയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഇവിടെ ഈ ഒരു ദുരാവസ്ഥ വരാനുള്ള കാരണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ പഞ്ചായത്ത് പ്രതിനിധികൾ, നാട്ടുകാരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നല്ല. ഈ അപ്രോച്ച് റോഡിന് സ്ഥലം വിട്ടുകൊടുത്ത നാട്ടുകാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഏട്ടാ, ഈ ഒരു അവസ്ഥ ഇവർ റോഡ് നിർമ്മിക്കുമ്പോഴേ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഈ 2 പൈപ്പിൽ കൂടെ മാത്രം വെള്ളം പോയില്ല. അപ്പം ഇവർ പറഞ്ഞത് മാർച്ച് മാസത്തിനുള്ളിൽ ഞങ്ങൾ പണി തീർക്കും. അപ്പം യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നാട്ടുകാർക്ക് ഉണ്ടാകില്ലെന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പം ഈ നിലയിൽ ആകാൻ കാരണം ഇവരുടെ അനാസ്ഥയെന്ന് ഞാൻ പറയുള്ളൂ. ഏകദേശം 6 മാസമായി, 2 മാസം കൊണ്ട് തീർക്കാന്ന് 2 മാസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അവസ്ഥ ഇവിടെ ഭീകരമായിരുന്നു. ഇവർ പറഞ്ഞ് ഇവർക്ക് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ആദ്യമേ കിട്ടിയിട്ടില്ല. ഇവരും പൈസ കൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് പൈസയോ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇവർ ഡിലേ ആയെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ പഴയ പാലത്തിന് 18 മീറ്റർ നീളം ഉണ്ടായിരുന്നു. ഇത് വന്ന് ഒരു കലിങ്ങിന്റെ അത്ര ആക്കിയിട്ട് അടിയിൽ വെറും 12 മീറ്റർ നീളമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം ഉറപ്പാണ്. പാലത്തിന് ഇത്ര പൊക്കിയെങ്കിലും നീളം ഒട്ടുമില്ല. ഇവര് പറയുന്നത് വെള്ളം ഇവർ പൊക്കിയത് അനുസരിച്ച് ഇങ്ങനെ പൊങ്ങി പോകുന്ന, അങ്ങനെ ഒരിക്കലും പോയല്ലോ. വെള്ളം വെമ്പഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ പശി കനാൽ പ്രോജക്റ്റിലേക്ക് എത്തുന്ന മെയിൻ ഇത് വെള്ളം ഒരുപാട് പരന്നിട്ടാണ് എല്ലായിടത്തും വെള്ളം കയറുന്നത്. ഇപ്പോൾ ഇവര് ഭയങ്കര ഇത് ഒതുക്കിയ ഒരു കലങ്ക് പോലെയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മറ്റേ കിഫ്ബിക്ക് ബോധം ഇല്ലായിട്ടാണോ അതോ എഞ്ചിനീയേഴ്സിന് ബോധം ഇല്ലായിട്ടാണെന്ന് എനിക്കറിയില്ല. ഇവിടെ സർവേ ചെയ്യാൻ പോലും നമ്മുടെ ഒരു മഹാരാഷ്ട്ര കമ്പനിയാണ് വന്നത്. ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ കമ്പനികൾ ഉണ്ടായിട്ട് പോലും മഹാരാഷ്ട്രയിൽ നിന്നാണ് കിഫ്ബി ഇത് പൈസ തട്ടാൻ വേണ്ടിയിട്ട് അറിയാലോ. ഇവിടെ ഏത് മേഖലയിലും കമ്മീഷനാണ്. MLA ആണെങ്കിൽ ഈ പണി ഇത് തുടങ്ങിയാൽ പിന്നെ ഈ വഴിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലില്ല. അയാൾ ഇന്നലെ ഇവിടെ വെള്ളം പൊങ്ങിയപ്പം ഇവിടെ വന്നു, മറ്റേ കാറായിരുന്നു, നിങ്ങൾ ആ പാലത്തിന്റെ പണി സ്ലോ ആക്കിയല്ലേ എന്ന് ചോദിച്ചിട്ട് മാത്രം പോയത്. ഇയാൾക്ക് ഈ MLA എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടോ?
ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ അധികൃതർ എന്താ പറഞ്ഞത് നിങ്ങളോട്? ഇവിടുന്ന് ഈ റോഡിന്റെ അപ്രോച്ച് റോഡിന്റെ ഇതേ അവസ്ഥ ഇവര് പറയുന്നത് വീണ്ടും ഒരു ലെയർ പൈപ്പും കൂടെ ഇട്ടിട്ട് ഇത് ഉയർത്താനാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ പുഴയിലെ വെള്ളത്തിന് ഇത് നിൽക്കില്ല. ശക്തമായ പ്രതിഷേധമുണ്ടല്ലേ? ഉണ്ട്. മലയോര ഹൈവേയുടെ നവീകരണാർത്ഥം വെമ്പുഴ പാലത്തിൻ്റെ പുനർനിർമ്മാണമാണ് ഇവിടെ നടക്കുക. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവർ 6 മാസം മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പാലത്തിൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പാലം എന്ന് പറയുന്നത് 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ കേരളത്തിലെ കാലവർഷം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ശക്തമായ വെള്ളം ഒഴുകുന്ന ഒരു പുഴയായത്. അപ്പോൾ ഇതിനകത്ത് അവരുടെ അനാസ്ഥ കൊണ്ട്, ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥ കൊണ്ട് ഇതിലെ വാഹന ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത്രയേറെ വെള്ളം വരുന്ന ഇവിടെ 2 ചെറിയ പൈപ്പിട്ട് ഈ വെള്ളം കടത്തിവിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അത് ഒരിക്കലും നടക്കില്ല എന്ന് ഇന്നലത്തെ മഴവെള്ളത്തിനകത്ത് കുറച്ച് സമയം മാത്രം പെയ്ത മഴയിൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. 2 സൈഡും ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരാൾക്കാർക്ക് ഇപ്പം 10 കിലോമീറ്ററോളം കറങ്ങി പോകേണ്ട സ്ഥിതിവിശേഷമുള്ളത്, തൊട്ടപ്പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വർക്ക് എടുത്തു കഴിയുമ്പോൾ ഇത് 57 കോടിയോളം രൂപ മുടക്കി നവീകരണം നടത്തുന്ന ഒരു നമ്മുടെ മലയോര ഹൈവേയുടെ റീച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ജനത്തിന് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഈ ഒരു പ്രവൃത്തി കൊണ്ട് ജനത്തിന് ഉപകാരം കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ജനത്തിന് ഇവിടെയുള്ള ഇതൊരു ചെറിയൊരു പാലമായിരുന്നു. ആ പാലത്തെ നമ്മൾ ജനത്തിന് കൂടുതൽ ഉപകാരപ്രദമാക്കാൻ വേണ്ടി ചെയ്ത സംഭവമാണ്. പക്ഷേ അതിപ്പോൾ ജനത്തിന് ദുരിതമായിട്ടാണ് വഹിച്ചിരിക്കുന്നത്. ഇതിലെ ഈ ഒരു ചെറിയൊരു വഴി കൂടെ ഇന്നലെ അപ്പുറം തടാകം പോലെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇതിലെ ബസ് നിറയെ ആൾക്കാരുമായിട്ട് ബസ് കടന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോട് ഉത്തരം പറയും? അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കരാറുകാരൻ്റെ തികച്ചും അനാസ്ഥയുണ്ട്. അതുപോലെ തന്നെ സാങ്കേതികത്വം പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഇതിൻ്റെ റോഡ് ഫണ്ട് ബോർഡിൻ്റെ കാര്യങ്ങളുണ്ട്. അവർ ആ എഞ്ചിനീയർമാർ അടക്കം ഇത് വ്യക്തമായിട്ട് നേരത്തെ തന്നെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് അയ്യങ്കുന്ന് പഞ്ചായത്ത് ഒറ്റപ്പെടുന്നതായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് വരുമ്പോൾ ഇവിടുന്ന് കരിക്കോട്ടക്കരി, കുട്ടികപ്പാറ, ഈന്തങ്കേരി, എടപ്പുഴ, വാളത്തോട്, അങ്ങാടിക്കട മുതലായ പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ദേശങ്ങൾ മുഴുവൻ ഇവിടെ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് അടിയന്തരമായിട്ട് അവരിപ്പോൾ പറഞ്ഞത് വീണ്ടും 2 ലെയർ പൈപ്പോടെ ഇട്ട് തൽക്കാലം വെള്ളം വിട്ട് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ വെള്ളങ്ങളില്ലെങ്കിൽ അത് ഒരു പക്ഷേ സക്സസ് ആകുമായിരിക്കും. പക്ഷേ കാലവർഷം തുടങ്ങുന്നതോറും അത് അശാസ്ത്രീയമായിട്ട് ഇത് കടന്നു പോകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. നമുക്കറിയാം, ഒരു 2 സ്പാനുകൾ, ഇത് 14 മീറ്ററോളം വീതിയുള്ള സ്പാനുകളുടെ നമ്മുടെ അതിൻ്റെ ബീമിൻ്റെ വാർപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബീമിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷം അതിൻ്റെ സ്ലാബ് വാർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാട്ടുകാരും ഞങ്ങളടക്കം ജനപ്രതിനിധികളടക്കം ഇതിനു മുമ്പ് ഇത് ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവരതിനകത്ത് ചെവിക്കൊള്ളാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കരാറുകാരുടെ ഉദ്യോഗസ്ഥർക്ക് ഒരു കൂട്ടായിട്ടുള്ള ഒരു സംയുക്തമായിട്ട് അവർ വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കാലവർഷത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പണി നീട്ടി വെച്ചുകൊണ്ട് വീണ്ടും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു സിമ്പിൾ ലോജിക്ക് ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അങ്ങനെയുള്ള ഇത് സാങ്കേതികത്വം ഇതൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനത്തിന് അവരുടെ സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടി സൗകര്യം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഉള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ആനപ്പന്തിയിൽ ഒരു പാലം ഉണ്ടായിരുന്നു, അതുപോലെ പൊളിക്കേണ്ടതാണ്. ഈ മാസം, അതായത് മെയ് മാസത്തിൽ തന്നെ അത് പൊളിക്കാനായിട്ട് കോൺട്രാക്ടർമാർ കൂടെ വരികയും അപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും അതിനെതിരെ അതിശക്തമായിട്ട് സംഘടിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ആ പാലം പൊളിക്കാതെ പോയത്. അപ്പോൾ അതോടെ പൊളിച്ചിരുന്നാലത്തെ അവസ്ഥ നമ്മൾ ഓർക്കണം. എന്നാണ് ഒരു ആസൂത്രണവും ഇല്ലാതെ, ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. അയ്യങ്കുന്ന് പഞ്ചായത്തിനെയും ആർളം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെമ്പുഴ പാലം പൊളിച്ചിട്ടിട്ട് 6 മാസത്തിലേറെയായി. എത്രയും വേഗം പണി പൂർത്തീകരിക്കണമെന്ന് അന്നു മുതൽ AXC AE അടക്കമുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് അവർ കുറച്ച് ഭാഗം പണിയെടുക്കും, വീണ്ടും അടുത്ത സൈഡിലേക്ക് പോകും. അതായത് മലയോര ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിൽ പണി നടത്തിക്കൊണ്ട് അവർ പല ഭാഗങ്ങൾ കുറേ അല്പമായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കാലിവളം എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ ഒരു പ്രശ്നവും. അവിടെ ഇതേപോലെ അല്പം ഭാഗം ഡ്രെയിനേജ് മാന്തിയിട്ടു. അത് ബാക്കി ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് റോഡിലേക്ക് കല്ലും മണ്ണും വന്ന് അന്ന് നാട്ടുകാരടക്കം ശക്തമായ പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഇപ്പോൾ അവർ അല്പം മണ്ണ് മാത്രം മാറ്റിയിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ പാലത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഇന്നലെ ഈ വെള്ളം 2 സൈഡിലും വലിയ തടാകം പോലെ നിറഞ്ഞു നിന്ന സമയത്ത് ഇതിൽ വന്നൊരു ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഭയമാണ് തോന്നിയത്. കാരണം ബസ്സുകാർ അവർ ധൈര്യം സംഭരിച്ചിറങ്ങി. അതിനുശേഷം ഒരു 5 മിനിറ്റ് പോലും ആകുന്നതിന് മുൻപായിരുന്നു ഇതിൻ്റെ 2 സൈഡും ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
എക്സിയോട് ഇന്നലെയും പല ദിവസങ്ങളിലും വിളിച്ച് ആവശ്യപ്പെട്ടതാണ് എത്രയും വേഗം ഇത് പണി നടത്തിപ്പിക്കണമെന്ന്. ഉദ്യോഗസ്ഥരെന്ന നിലയിൽ അവരോട് പറയുമ്പോൾ ഞങ്ങളതിന് പരിഹാരം കണ്ടോളാം, നമ്മളെ വിശ്വാസമില്ലേ, നമ്മളത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ്. പക്ഷേ ആ ഉറപ്പ് നമ്മൾക്ക് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് ഇന്നിവിടെ ബോധ്യമാകുന്നുണ്ട്. നമ്മളിന്നലെ ലൈവായിട്ട് കണ്ടൊരു കാഴ്ച, ഇവിടെ മണ്ണിടിഞ്ഞു, ഈ താൽക്കാലിക റോഡ് പോകുന്നു എന്നതിലുപരിയായിട്ട് തൊട്ടു മേലെയുള്ള പൈനാപ്പിളി സിറിൽ എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇന്നലെ കാണേണ്ട ഒരു കാഴ്ച എന്തായിരുന്നു വെച്ചാൽ വെള്ളം നിറഞ്ഞ് അവരുടെ പറമ്പിലേക്ക് വരെ വെള്ളം ഇന്നലത്തെ ഒരു ചെറിയൊരു മഴ പെയ്തപ്പോൾ പോലും ഉണ്ടായിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവർ പൈപ്പിൻ്റെ വലിയ സൈസുള്ള പൈപ്പ് ഇടുമെന്ന് പറയുമ്പോൾ പോലും എത്രത്തോളം അത് വിജയപ്രദമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇതൊരു വെമ്പുഴ തോടെന്നുള്ള പേരിലാണെങ്കിൽ പോലും ഇതൊരു പുഴ പോലെ ഒഴുകി എടപ്പുഴ മുതലേ ഉള്ള 18-19 പ്രളയകാലത്ത് എടപ്പുഴയിൽ നിന്നും വന്ന ആ വലിയ വെള്ളങ്ങൾ അതുപോലെയുള്ള ഈ വർഷം നമ്മൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതാം. എങ്കിൽ പോലും അങ്ങനെയൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും തരണം ചെയ്യാൻ ഈ താൽക്കാലിക റോഡിന് സാധിക്കത്തില്ല എന്നുള്ളത് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ എത്രയും വേഗം ഇനിയുള്ള സമയത്ത് തന്നെ എത്രയും വേഗം ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്രോച്ച് റോഡാണെങ്കിലും ഇവർ പറയുന്നുണ്ട് പാലത്തിൻ്റെ ഇത്ര ദിവസം കൊണ്ട് കഴിയുമെന്ന്. പക്ഷേങ്കിൽ പോലും അപ്രോച്ച് റോഡ് ഒരുപാട് പണി വരുന്നുണ്ട്. കാരണം പാലം ഉയർന്നിട്ടാണ് ഇപ്പോൾ പുതിയ പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം താമസം വരുന്നൊരു കാര്യമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന അനാസ്ഥയ്ക്കെതിരെ ജനങ്ങളോടൊപ്പം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പും തരുന്നു. ഏകദേശം 10-12 ബസ്സുകളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു പാലമാണ്. ഈ പാലം മാർച്ച് 31 പണി തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ പണി തുടങ്ങിയത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം, 2-3 പേരോ മാത്രമാണ് ഈ പാലത്തിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പാലം പണിയുന്നതിന് വേണ്ടി 1-2 പണിക്കാർ വന്ന് പണിയെടുത്താൽ ഇത് 6 മാസം പോയിട്ട് 12 മാസം കൊണ്ട് പോലും ഇതിൻ്റെ പണി തീരാൻ സാധിക്കില്ല. ഇതിന് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇതിൻ്റെ ഈ KSTPയുമായി ബന്ധപ്പെട്ട് ഈ പാലം പണിയുന്നിടത്ത് അവരുടെ ഒരു എഞ്ചിനീയറോ ഒരു AEO അല്ലെങ്കിൽ ഒരു ഓവർസിയറോ ഒരൊറ്റ ആൾ പോലും ഇല്ല. കോൺട്രാക്ടർമാരും കുറച്ച് ഹിന്ദിക്കാരും അല്ലാതെ വേറെ ആരുമില്ല. കോൺട്രാക്ടർ പോലും ഇല്ല ഇവിടെ. അവരുടെ നടത്തിപ്പുകാരനാണെന്ന് പറയുന്ന ഒരാൾ മാത്രം കൂടി ഉണ്ട്. അല്ലാതെ വേറെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരൊറ്റ ആൾ പോലും ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ല. ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരൊറ്റ ഉദ്യോഗസ്ഥർ പോലും ഇവിടെ വരികയോ ഇതുമായിട്ട് നോക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ തികച്ചും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോൺട്രാക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും തികച്ചും അനാസ്ഥയുടെ ഒരു ഫലമാണ് ഇന്നലെ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇവർക്കാർക്ക് അറിയത്തില്ല ഈ മലമ്പ്രദേശത്ത് നിന്ന് വരുന്ന വെള്ളം എന്തിനാണ് വരുന്നതെന്ന്. കഴിഞ്ഞ പ്രളയകാലത്ത് താഴെയുള്ള പാലത്തിന് പൊക്കത്തിൽ കൂടിയാണ് വെള്ളം ഒഴുകിപ്പോയത്. ഈ കര മുഴുവൻ കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ്. ഒരു 2 മണിക്കൂർ നേരം ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡടക്കം ഒലിച്ചു പോകുന്ന സ്ഥിതിയാണുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും പറയാനുള്ളത്. നാട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് തോമസ്. എന്താണ് ഇതിൻ്റെ ഒരു വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ്? എന്താണ് ഈ ആദ്യമേ മുതൽ തന്നെ ഇത് വളരെ ഒരു 4 പേര് കൂടുതൽ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഒരു കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ വെള്ളം കയറി കിടക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നോക്കാൻ വന്നത്. ഞാൻ കണ്ണൻകുടി എന്ന് പറയും, എൻ്റെ പേര് തോമസ് കണ്ണൻകുഴ. അത് ഈതുകരിലാണ്. അപ്പോൾ ഇവിടെ നോക്കാൻ വന്നപ്പോൾ അത് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവർ രാവിലെ ഇതിൻ്റെ അകത്ത് തങ്ങിയിരിക്കുന്ന ഈ തഴയുടെയും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവർ പണിക്കാർ വിട്ടിട്ട് വലിച്ചു കളയുന്നുണ്ട്. അത് ഈ പൈപ്പ് കംപ്ലീറ്റ് അടഞ്ഞ സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായി വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോയത്. അപ്പോൾ വലിയ പൈപ്പ് ഇടുമായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ 3, 4, 5 തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ കാണുന്നത് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഓർക്കിട്ടുണ്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് തീരുകയാണെങ്കിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇത് ഇവരുടെ പണി മന്ദഗതിയിലായിരുന്നു, എല്ലാം മന്ദഗതിയിലായിരുന്നു. അതുകൊണ്ട് വളരെ ഇത് ഇപ്പോൾ പൈപ്പിടുന്നത് വലിയ പൈപ്പിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ പൈപ്പിട്ടാൽ 2 നിരയായിട്ട് പൈപ്പിട്ടെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ എന്നുള്ളത് എൻ്റെ അഭിപ്രായം. വർഷം കനക്കുമ്പോൾ ഇനി അതിശക്തിയായിട്ടുള്ള വെള്ളം വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ അതിജീവിക്കാൻ പറ്റുമോ ഇതിന് ഇവർ ചെയ്യുന്നതുകൊണ്ട്? അതാണ് ഇപ്പോൾ സംശയം. അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. ഇവിടെ കലാകാലങ്ങൾ കുറേ വർഷമായി ഇതുപോലൊരു അങ്ങാടിക്കടവിലേക്ക് പോകുന്നൊരു പാലം ഉണ്ടായിരുന്നു പണ്ട്. ഇതുപോലെ ഒക്കെ റെഡിയാക്കിയതാണ്. ഇതുപോലെ അവസാനം അത് വെള്ളം വന്നിട്ട് കംപ്ലീറ്റ് ആ പാലത്തിൻ്റെ കംപ്ലീറ്റ് കെട്ടടക്കം പോയതാണ്. ദീർഘവീക്ഷണം ഇല്ലാതെ ആരംഭിച്ച ഈ പാലം പ്രവൃത്തിയുടെ അപാകത ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ജനപ്രതിനിധികളും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ഈ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഇത് കാണുന്ന അധികൃതർ ദീർഘവീക്ഷണം ഇല്ലാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പാലത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷയിൽ എടൂര് വെമ്പുഴ പാലത്തിന് സമീപത്തു നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.